കുറ്റാരോപിതർ എത്ര ഉന്നതരായാലും മുഖം നോക്കാതെ പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകതയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കഴിഞ്ഞ കാലയളവിൽ അറസ്റ്റിലായ പ്രമുഖ പദവികളിലുള്ളവരുടെ പട്ടിക പങ്കുവച്ചാണ് മന്ത്രിയുടെ പ്രതികരണം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ മൂന്നാമത്തെ പീഡന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, നടൻ ദിലീപ്, തന്ത്രി കണ്ഠരര് രാജീവര്, മുൻ MLA PC ജോർജ്, മഞ്ചേശ്വരം മുൻ MLA MC കമറുദ്ദീൻ, മോൻസൺ മാവുങ്കൽ, രാഹുൽ ഈശ്വർ എന്നിവരുടെ പട്ടിക പങ്കുവച്ചാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജനപ്രതിനിധി ഇത്തരത്തിൽ തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീപീഡന കേസുകളിൽ ഉൾപ്പെടുന്നത് ജനാധിപത്യ സംവിധാനത്ത് തന്നെ അപമാനമാണ്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങിത്തരണമെന്നാവശ്യപ്പെട്ട് സാമ്പത്തിക ചൂഷണം നടത്തിയെന്ന ആരോപണവും നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. ഈ ക്രൂരമായ കുറ്റകൃത്യത്തെ രാഷ്ട്രീയമായി ന്യായീകരിക്കാനാണോ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന ചോദ്യവും വി ശിവൻകുട്ടി പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറുണ്ടോ, അതോ കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന പതിവ് രീതിയാണോ ഇവിടെയും സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പോസ്റ്റിൽ ചോദിക്കുന്നു. രാഹുൽ രാജിവെക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് രാഹുലിന്റെ കുറ്റകൃത്യത്തിനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയായി ജനങ്ങൾക്ക് കാണേണ്ടി വരും. MLAക്ക് ഒളിഞ്ഞും തെളിഞ്ഞും സഹായം നൽകുന്നതിലൂടെ ആ പാർട്ടി എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു.